ജനറൽ അനിൽ ചൗഹാൻ ഗോരഖ്പൂരിൽ അവിടെ ഒരു സെമിനാറിൽ പ്രസംഗിച്ചു. ഇതേ വിഷയം അദ്ദേഹം ആ സെമിനാറിൽ പറഞ്ഞു. ഞാൻ പറഞ്ഞ അതേ വിഷയം. എന്താ അദ്ദേഹം പറഞ്ഞെന്നറിയോ? ചൈനയുമായിട്ട് ഇന്ത്യക്ക് യോജിച്ചു പോകാൻ പറ്റില്ല. ചൈനയുമായിട്ട് ഇന്ത്യയുടെ ബോർഡർ ഡിസ്പ്യൂട്ട്, അതായത് ബോർഡർ കോൺഫ്ലിക്റ്റ് പറഞ്ഞു തീർക്കാൻ പറ്റില്ല. കാരണം ഇന്ത്യയുടെ ടെറിട്ടറി അവൻ്റെ കയ്യിൽ. അതതിൻ്റെ കാര്യം. അത് ചൈന വിട്ടു തരുമില്ല. ഇപ്പോഴും ചൈന പറയുന്ന ലഡാക്ക് ചൈനയുടെയാണ്, അരുണാചൽ ചൈനയുടെയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ യാഥാർത്ഥ്യം, ഗ്രൗണ്ട്. ഇതിനെ നമ്മൾ വിസ്മരിച്ച് എങ്ങനെ പോകാൻ പറ്റും? ഈ പറയുന്ന നേരത്തെ ട്രംപിന് വേണ്ടി പൂജ നടത്തി, അത് കഴിഞ്ഞിപ്പം ഷീ ജിൻപിങ് അയാൾക്ക് വേണ്ടി പൂജ നടത്തുന്നു. ഈ പൊട്ടന്മാർക്ക് ഈ ബേസിക് മനസ്സിലായിട്ടില്ല. ഇതിനകത്തൊന്നും അമേരിക്കയൊന്നും ഇന്ത്യയുടെ ബോർഡറോ ഇന്ത്യയുടെ പരമാധികാരമോ ഇന്ത്യൻ കമ്പനികൾ അടിച്ചു മാറ്റാനൊന്നും അമേരിക്ക വരത്തില്ല. കാരണം അവന് വേറെ പരിപാടിയുണ്ട്. അവൻ വലുതാണ് ചിന്തിച്ചു പോകുന്നത്. ചൈന ചെറുതും വലുതും ഇന്ത്യയെ തകർക്കുക എന്നുള്ള അവൻ്റെ ലക്ഷ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് കമ്പൈൻഡ് ആർമി ചീഫ് പറയുന്നത് ഇന്ത്യൻ പട്ടാളക്കാരുടെയും ബോർഡറിൽ നിൽക്കുന്ന പട്ടാളക്കാരുടെയും ഇന്ത്യൻ ആർമിയുടെ സ്വരമാണ് അദ്ദേഹം പറഞ്ഞത്. നിങ്ങൾ പൊളിറ്റിക്കൽ ലീഡേഴ്സ് ചൈനയിൽ പോയി അതും ഇതുമൊക്കെ പറഞ്ഞ് ഇവിടെ ആൾക്കാരെ മറ്റുള്ള രീതിയിൽ ഡയറക്ഷൻ മാറ്റാൻ ശ്രമിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അറിയുക, ഇന്ത്യയുടെ ശത്രു എന്ന് പറയുന്ന ചൈനയാണ് പാകിസ്ഥാനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്.